മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിളിക്കും മുമ്പേ നമുക്ക് ഉത്തരമരുളുന്ന ദൈവസ്നേഹത്തെ വിവരിക്കുന്ന നേഴ്സസ് ടൈമിൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 99 ആടുകളെയും മലയിൽ വിട്ടിട്ട് വഴിതെറ്റിപ്പോയ ഒന്നിനെ കണ്ടെത്തിയ ഇടയൻ്റെ സന്തോഷം വിശദീകരിക്കുന്ന ഈശോ അതിനുശേഷം മനോഹരമായൊരു വചനം പറയുന്നുണ്ട്. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഇന്ന് ഖത്തറിൽ നിന്നുള്ള ഈ സഹോദരൻ്റെ ജീവിത സാക്ഷ്യം കേൾക്കുമ്പോൾ മാനവകുലത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും.
ഈശോ നീ എൻ ജീവൻ നിറയേണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം. ഞാൻ കനിപോലും ആ രൂപം. ഈശോ നീ എൻ ജീവൻ നിറയേണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം. ഞാൻ കനിപോലും ആ രൂപം. യോഹന്നാൻ 6:37 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയുകയില്ലെന്ന്. എൻ്റെ പേര് സന്തോഷ്. ഞാനിവിടെ ഖത്തറിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 35 വർഷത്തോളം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ യേശുക്രിസ്തുവിനെ അറിയാനും യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ വളരുവാനും ഉണ്ടായ ഒരു സാക്ഷ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2011 ഞാൻ UK വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് UK സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലമായി ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടുകയും എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയും നാട്ടിൽ വന്ന സമയത്ത് ഖത്തറിൽ ഗവൺമെൻറ് സർവീസിലേക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും അങ്ങനെ ഞാൻ ഖത്തറിൽ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് പോയി. താൽക്കാലികമായി ഞാനവിടെ ബാംഗ്ലൂരിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. 1.5 വർഷക്കാലം ഞാൻ ഈ ഖത്തറിൽ നിന്നുള്ള ജോലി തീർച്ചയായും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഞാൻ കാത്തിരുന്നു. എന്നാൽ 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഇത്രയും നാൾ കൊണ്ട് ഇനി വീണ്ടും ജോലി കിട്ടുമോ എന്നുള്ള ആ ഒരു വലിയ നിരാശ എൻ്റെ ഉള്ളിൽ വരികയും അങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന മറ്റൊരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് സഹോദരി ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം അന്വേഷിക്കുകയും അവർ എൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ പറ്റി പറഞ്ഞു തരികയും ചെയ്തു. സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. വചനമാണത്. ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഏത് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും കർത്താവ് രക്ഷിക്കുമെന്ന് വചനം പറയുന്നു. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 4:11-12 വേറെ മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വചനമാണ്. ആ യേശുവിനെ പറ്റി കൂടുതൽ അറിയാൻ ആ സഹോദരിയിലൂടെ എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ആ സഹോദരി എൻ്റെ ജോലിയുടെ തടസ്സം മാറുന്നതിന് വേണ്ടി ഒരു ഉപായം എനിക്ക് പറഞ്ഞു തന്നു. ബാംഗ്ലൂരിൽ തന്നെയുള്ള ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൽ പോയി 7 വ്യാഴാഴ്ച തുടർച്ചയായിട്ട് പോയി പ്രാർത്ഥിക്കാൻ ആ സഹോദരി എന്നോട് പറഞ്ഞു. റോമ 10:17 പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ആ സഹോദരി യേശുവിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ എന്നിലുള്ള വിശ്വാസം വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ സഹോദരിയുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ചർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിൽ തന്നെയാണ് ചർച്ച്. അതുകൊണ്ട് ഞാൻ 7 വ്യാഴാഴ്ചയ്ക്ക് പകരം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കയറി മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും 2 നേരവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 7 വ്യാഴാഴ്ച പ്രതീക്ഷയോടെ കടന്നുപോയി. 7ാമത്തെ വ്യാഴാഴ്ച വന്നു. എൻ്റെ ജോലിയുടെ ഒരു വിവരവും ലഭിച്ചില്ല. വീണ്ടും എനിക്ക് നിരാശയായി. എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. അവസാന പ്രതീക്ഷയായിരുന്നു ഇതുവഴി ലഭിക്കുമെന്നുള്ള, അതും തകർന്നു. അങ്ങനെ ഞാൻ ആ വ്യാഴാഴ്ച ഞാൻ പള്ളിയിൽ കയറി ഉണ്ണീശോയുടെ മാതാവിൻ്റെയും മുന്നിൽ വീണ്ടും മുട്ടുകുത്തി ഇനി ഇങ്ങോട്ട് വരില്ല എന്നും
ബൈ ബൈയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നെ പിറകിൽ നിന്ന് വന്ന് വിളിച്ചു. എന്താ മോൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ എല്ലാ വിഷമങ്ങളും ആ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് തുറന്നു പറഞ്ഞു. ഇതും പറഞ്ഞ് ഞാൻ ഇവിടെ ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്, എന്നാൽ ഒന്നും നടന്നില്ല, ഒരു ദൈവവും ഇല്ല, ഇതൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരെന്നെയും കൂട്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന പള്ളിയുടെ ഉള്ളിലുള്ള ഒരു റൂമിലേക്ക് പോവുകയും അവർ പറഞ്ഞു, നീ അകത്ത് കയറിയിട്ട് ബ്രദർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിൻ്റെ ജോലി ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ പോയി. ഞാനങ്ങനെ ആ റൂമിലേക്ക് കയറി. അവരെനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന് ഞാൻ ആ സ്ത്രീയെ പിന്നെ കണ്ടില്ല. ഞാൻ തിരിച്ചു പോന്നു. 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഖത്തറിൽ നിന്നുള്ള ഓഫർ ലെറ്റർ എനിക്ക് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, മത്തായി 21:22, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ലഭിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടാവണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ലഭിക്കുമെന്ന് വചനം പറയുന്നു. അതുപോലെ തന്നെ വചനം നമ്മൾ ആദ്യം കേട്ടു, യോഹന്നാൻ 6:37, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോയി, യേശു എന്നെ തള്ളിക്കളഞ്ഞില്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം. ഞാൻ അങ്ങനെ എൻ്റെ ജോലി ശരിയായി, ഞാൻ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തി. അങ്ങനെ 2 ദിവസം മുമ്പെയാണ് ഞാൻ അറിയുന്നത് എൻ്റെ കോൺട്രാക്റ്റ് ലോക്കലാണ്, അതിനാൽ ഓവർസീസ് അല്ല. അതിനാൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റോ താമസിക്കാനുള്ള അക്കോമഡേഷനോ കമ്പനി തരികയില്ല എന്നുള്ളത്. ഞാൻ സങ്കടപ്പെട്ടു. മർക്കോസ് 1:2 പറയുന്നു, ഇതാ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നപ്പോഴാണ് 14 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ്, ആ സുഹൃത്തിനെ കണ്ടുമുട്ടുകയും ആ സുഹൃത്ത് വഴി എനിക്ക് താമസിക്കാനുള്ള സൗകര്യവും എല്ലാം ഒരുക്കി കിട്ടി. അതുപോലെ തന്നെ ആ സുഹൃത്ത് വഴി നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വരാനും മരിയൻ കരിസ്മാറ്റിക് കൂട്ടായ്മകളിലേക്ക് പങ്കെടുക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ദൈവം ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ലഭിച്ച ബോധ്യങ്ങൾ ഞാൻ 3 കാര്യങ്ങൾ എനിക്ക് കൂട്ടായ്മകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന്, പരിശുദ്ധ കുർബാനയുടെ ശക്തി. കൂട്ടായ്മകളിൽ നിന്ന് കിട്ടിയ ബോധ്യമനുസരിച്ച് ഞാൻ പരിശുദ്ധ കുർബാന വളരെ ഭക്തിയോടുകൂടി കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കാനും, എൻ്റെ ഈ ഒരു ആവശ്യം, എൻ്റെ കോൺട്രാക്റ്റ് മാറിക്കിട്ടുന്നതിനുള്ള ഒരു ആവശ്യം കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങി. വചനം പറയുന്ന യോഹന്നാൻ 6:33, ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. പ്രൈസ് ദി ലോർഡ്. അത്ര ശക്തിയുള്ളതാണ് ജീവൻ നൽകാൻ പോന്ന ദൈവത്തിൻ്റെ അപ്പം. ആ കുർബാനയെ ഞാൻ അതുപോലെ കണ്ടു, അതിൽ വിശ്വസിച്ചു, അതിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ സഹായിച്ച ആ സുഹൃത്ത് എനിക്ക് ബൈബിള് വായിക്കാൻ തന്നു. ഞാൻ ബൈബിള് വായിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിന് ഞാൻ ബൈബിളിലെ വചനത്തിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്താൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, നിയമാവർത്തനം 11:27 പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. കൽപ്പനകൾ നമ്മൾ പാലിക്കണം. നമ്മൾ ബൈബിൾ വായിച്ച് പോയാൽ പോരാ, നമ്മളത് പാലിക്കുകയൂടെ ചെയ്യണം. അപ്പോഴാണ് അനുഗ്രഹം എന്ന് വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തി. ഞാൻ വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. നിൻ്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ നീ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക എന്ന് വചനം പറയുന്നു. അങ്ങനെ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. എൻ്റെ അശുദ്ധി എന്നിൽ നിന്ന് വിട്ടുപോയി. വചനം പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ജോഷുവ 3:5 പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമ്മൾ കാണണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മൾ വചനത്തിനനുസരിച്ച് ജീവിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവം ഇടപെടും. അത് തീർച്ചയാണ്. വചനം ഒരിക്കലും വചനം സത്യമാണ്. അതിനൊരിക്കലും
തെറ്റിപ്പോവില്ല. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കണം എന്ന് ഈ ഒരു കൂട്ടായ്മയിലൊക്കെ വന്നതിന് ശേഷം മനസ്സിലായതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി. രണ്ടാമത് കിട്ടിയ ബോധ്യമായിരുന്നു പരിശുദ്ധ മാതാവിനെ കൂട്ടുപിടിക്കുക എന്നുള്ളത്. ലൂക്ക 1:28 പറയുന്നു, ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് കൂടെ, മാതാവിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം. നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹം കിട്ടണം, മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. മാതാവിൻ്റെ കൂടെ കർത്താവ് ഉണ്ട് എന്നുള്ള ആ വലിയൊരു ബോധ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ മാതാവിനെ കൂട്ടുപിടിച്ച് ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. ജപമാലയിൽ കൂടുതൽ ജപമാല പ്രാധാന്യം കൊടുത്ത് ജപമാല പ്രാർത്ഥനയിൽ വളർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് ദുബായിൽ നിന്ന് വന്ന ജോൺ പോൾ ബ്രദറിനെ കാണുകയും ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ബ്രദറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പം ബ്രദറിന് കിട്ടിയ വചനം ഇതായിരുന്നു, വെളിപാട് 12:1. ആ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അത് മാതാവായിരുന്നു. അന്ന് എന്നെ വന്ന് വിളിച്ചത് മാതാവായിരുന്നു എന്നുള്ള ഒരു മെസ്സേജ് ജോൺ പോൾ ബ്രദറിലൂടെ എനിക്ക് കിട്ടി. അതെനിക്ക് ഒരു ഭയങ്കര സന്തോഷം നൽകുന്നത്. മാതാവാണ് എന്നെ വിളിച്ചത് എന്നുള്ള വലിയൊരു ബോധ്യം. എനിക്ക് കൂടുതൽ മാതാവിനോട് ചേർന്ന് നിൽക്കാനും ജമാൽ വളരാനും ഒക്കെ ഈ ഒരു മെസ്സേജ്. അതുപോലെ തന്നെ അന്ന് ബ്രദർ പറഞ്ഞൊരു മെസ്സേജാണ് നിങ്ങളുടെ ഈ സാക്ഷ്യം ഷാലോമിൽ വരുമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം അത് അനുവദിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ മൂന്നാമത് കിട്ടിയ ഒരു ബോധ്യമാണ് ദശാംശം കൊടുക്കുക എന്നുള്ളത്. മലാക്കി 3:10 പറയുന്നുണ്ട്, ദശാംശം മുഴുവൻ എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് പരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വചനം. നമ്മൾ ദശാംശം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. അങ്ങനെ ദശാംശം കൊടുത്തു തുടങ്ങി. അങ്ങനെ ദൈവം പറഞ്ഞ ഈ 3 കാര്യങ്ങളിൽ എനിക്ക് കിട്ടിയ ബോധ്യത്തിനനുസരിച്ച് ഞാൻ ജീവിതം മാറ്റി. ഞാൻ യേശുവിൽ വളരാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ ആ പഴയ സുഹൃത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു തന്നു, നീ യേശുവിനെ ഏകനാഥനും രക്ഷകനുമായി അംഗീകരിച്ച് ഏറ്റു പറയണം. അതുവരെ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. റോമ 10:9 പറയുന്നു, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. വചനമാണത്. ആ ബ്രദറിൻ്റെ ഒരു വിശ്വാസമായിരുന്നു, ഞാൻ യേശുവിനെ ഏകനാഥൻ രക്ഷകനുമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കോൺട്രാക്റ്റ് മാറി ഓവർസീസ് ആകുമെന്നുള്ളത് ബ്രദറിൻ്റെ എൻ്റെ ആ സുഹൃത്തിൻ്റെ ഒരു വിശ്വാസമായിരുന്നു. അങ്ങനെ ക്രമേണ ഞാൻ വചനം കൂടുതൽ വായിക്കുകയും അങ്ങനെ വചനത്തിൽ വളരുകയും ചെയ്തതോടുകൂടി എനിക്ക് യേശുവിനെ ഏകനാഥനും രക്ഷകനുമായി അംഗീകരിച്ച് ഏറ്റു പറയാൻ എനിക്ക് കൃപ ലഭിച്ചു. ദൈവം കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മാസങ്ങൾ വീണ്ടും കടന്നുപോയി. എൻ്റെ കോൺട്രാക്റ്റ് മാറിയില്ല. അപ്പോൾ ആ സുഹൃത്തിന് സങ്കടമായി. കാരണം സുഹൃത്ത് പറഞ്ഞതായിരുന്നു, നീ ഈ യേശുവിനെ ഏകനാഥൻ രക്ഷകനുമായി അംഗീകരിച്ച് കഴിഞ്ഞാൽ നിൻ്റെ കോൺട്രാക്റ്റ് മാറി ഓവർസീസായി മാറുമെന്ന് ആ സുഹൃത്തിൻ്റെ വിശ്വാസമായിരുന്നു. ഞാൻ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിനി കോൺട്രാക്റ്റ് മാറിയാലും മാറിയില്ലെങ്കിലും എനിക്ക് എൻ്റെ യേശുവിനെ മതി. യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞ് യേശുവിൽ വളരുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഭൗതികമായി എന്തുണ്ടായാലും എന്ത് കിട്ടിയില്ലെങ്കിലും നമ്മൾ സങ്കടപ്പെടുകയില്ല. വചനം പറയുന്നുണ്ട്, ഫിലിപ്പി 3:8 പറയുന്നുണ്ട്, അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. എല്ലാം നമുക്ക് ഉച്ഛിഷ്ടം പോലെ ആവും, ഒന്നും വേണ്ടി വരില്ല ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. അത് അങ്ങനെ ഞാൻ ഇതിൽ ഏറ്റു ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് HR-ൽ നിന്ന് ഒരു കോള് വരികയാണ്. ഞാൻ HR-ൽ ചെന്നു. അവിടെ അവരെനിക്കൊരു പേപ്പർ തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ കോൺട്രാക്റ്റ് ലോക്കൽ നിന്ന് ഓവർസീസായി മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:37 പറയുന്നു. ഞാനിത്
നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ്. അത് കാരണം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന 27 വർഷം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കോൺട്രാക്റ്റ് 27 വർഷമായിട്ട് അവർ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ട് ഇത് മാറില്ല. അപ്പോൾ ഈ അസാധ്യമായ കാര്യം പോലും ദൈവത്തിന് സാധ്യമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ വിട്ടുകൊടുത്തപ്പോഴേക്ക്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ച് നീങ്ങിയപ്പോഴേക്ക് ദൈവം അത് സാധ്യമാക്കി തന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വചനം യോഹന്നാൻ 11:40 നമ്മൾ കാണുന്നുണ്ട്, യേശു അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ച ഞാൻ യേശുവിൻ്റെ മഹത്വം കണ്ടു. ഒരിക്കലും നടക്കാൻ സാധ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് വിശ്വാസത്തിലൂടെ ഞാൻ കണ്ടു. ദൈവമെല്ലാം നടത്തി. ഈ ഒരു സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്. നമ്മൾ ഒരു തകർന്നൊരു വ്യക്തിയെ കാണുമ്പോൾ, അത് ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, അവരുടെ അടുത്ത് യേശുവിനെ പറ്റി പറയണം. അന്ന് അക്രൈസ്തവനായ ഞാൻ സങ്കടപ്പെട്ടപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് അങ്ങനെ യേശുവിനെ പറ്റി പറഞ്ഞു തന്നുകൊണ്ട് ഇന്ന് ഞാൻ യേശുവിനെ അറിഞ്ഞു. എൻ്റെ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വളരാൻ പറ്റി. അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. മർക്കോസ് 16:15 പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ അങ്ങനെ സുവിശേഷം തകർന്നവരുടെ അടുത്ത് പറയുമ്പോൾ കർത്താവ് കരുണയുള്ളവനാണ്. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കർത്താവ് കരുണ കാണിക്കും. നമ്മുടെ ഏത് തകർന്ന അവസ്ഥയിലായിക്കൊള്ളട്ടെ, നമ്മുടെ കർത്താവിലേക്ക് വന്ന്, വചനം നമ്മൾ ആദ്യം കണ്ടതാണ് യോഹന്നാൻ 6:37, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടി ഇന്ന് കടന്നു പോവുകയാണെങ്കിലും കർത്താവിൻ്റെ അടുത്ത് വരിക, കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയില്ല. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കണം. അക്രൈസ്തവനായ ഞാൻ യേശുവിൽ വളർന്ന്, യേശുവിൻ്റെ വചനത്തിൽ വളർന്ന്, ഈ ഒരു സ്നേഹത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അന്ന് ആ ഒരു സഹോദരി പറഞ്ഞത് കാരണമായി. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് മറ്റുള്ളവരുടെ അടുത്ത് യേശുവിനെ പറയുക, യേശുവിനെ കൊടുക്കുക എന്നുള്ളത്. എല്ലാ സാക്ഷി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ചെറുപുഷ്പം പറയുന്നു, ഒരു മിഷനറി ആകാനുള്ള എൻ്റെ ആഗ്രഹം ഏതാനും വർഷത്തേക്ക് മാത്രമല്ല, ലോക സൃഷ്ടി മുതൽ ലോക അവസാനം വരെയും ഈ കർത്തവ്യം നിർവഹിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വിശുദ്ധയുടെ ഈ വാക്കുകൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു കുഞ്ഞു മിഷനറിയായി ജീവിക്കുവാൻ നമ്മുടെ പ്രവൃത്തികളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.